ഡോക്ടർ ശശി തരൂർ ഒരു 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 വലിയ ഒരു നല്ലൊരു പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു വിശ്വപൗരൻ എന്നുള്ള പേരെടുത്ത ആളാണ് അദ്ദേഹം. നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് എഴുതും. ഇംഗ്ലീഷിൽ അസാമാന്യമായ പാണ്ഡിത്യം ഇതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കുകളെന്ന് പറയുന്നത് പോലും നമുക്ക് യഥാർത്ഥ ഡിക്ഷണറിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്കതൊരു വലിയ കലയാണ്. അത് കേട്ടിരുന്നാൽ നമുക്കത് മനസ്സിലാക്കണമെങ്കിലും നമുക്ക് പല വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഡിക്ഷണറി നോക്കേണ്ട ഗതികൾ വരും. നമുക്ക് ആ രീതിയിലാണ് സംസാരിക്കാനുള്ള കഴിവുണ്ട്. വളരെ പൊയറ്റിക്കായിട്ട് സംസാരിക്കും. പാർലമെൻറ്റിലൊക്കെ നന്നായിട്ട് പ്രസംഗിക്കും. ഇപ്പോൾ ടാക്സിനെ കുറിച്ച് പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ ശകലം പോലെ തന്നെ എഴുതി ടാക്സിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ പാർട്ടി ചേരുന്നത് മുതൽ ഇപ്പോഴും അദ്ദേഹത്തിന് അവസരങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം എം പി ആയി. കോൺഗ്രസ് അതായത് അത് തന്നെ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ UPA സർക്കാർ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ മന്ത്രിയായി. പിന്നെന്താ വേണ്ടേ? ഇപ്പോൾ മന്ത്രി ആവാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലില്ല. അതാണ് കാര്യം. ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ശശി തരൂർ ഇപ്പോഴും മന്ത്രിയായേനെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവസരങ്ങളൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു 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 കരച്ചിലിൻ്റെ ഒരാവശ്യം അദ്ദേഹത്തിനില്ല. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിയെ പലപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന പല പരിപാടികളും ശ്രീ ശശി തരൂർ ഇറക്കും. പല കാർഡുകളാണ് അദ്ദേഹം ഇറക്കി വിടുന്നത്. ആദ്യം അദ്ദേഹത്തിന് നോക്കിയപ്പോൾ കുറേ നാളായിട്ട് മുമ്പ് നമ്മുടെ ബഹുമാന്യനായ നരേന്ദ്രമോദി സ്തുതിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. മോദി സ്തുതി അങ്ങ് നടത്തി. അത് പലപ്പോഴും അകാരണമായും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഉള്ളതിനും വേണ്ടി പറയാറുണ്ട്, ഇല്ലാത്തതിനും വേണ്ടി. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിലൊക്കെ ശ്രീ നരേന്ദ്രമോദി എടുക്കുന്ന പല തീരുമാനങ്ങളും അത് ശരിയാണ് എന്നുള്ള രീതിയിൽ മോദി സ്തുതി കണ്ണടച്ചങ്ങ് നടത്തും. BJPക്കാർ പോലും ചെയ്യാത്തപ്പോഴാണ് അതുപോലെ തന്നെ കയറി ശശി തരൂർ ചെയ്യുന്നത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയായാലും അവരെ പുരിയം ചുളിക്കാനിടയാവുമല്ലോ. പിന്നെ ഇയാളെ കൊണ്ടു കിടക്കാനും വയ്യ, കളയാനും വയ്യ. അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് നമ്മൾ പറയുന്നില്ലേ? ഈ അവസ്ഥയിലാണ് കോൺഗ്രസ്. കാരണം ഇതിപ്പോൾ ഈ ശശി തരൂരിനെ എന്തു ചെയ്യും എന്നുള്ളതാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എളുപ്പമുള്ളൊരു കാര്യമല്ല. കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്. കോൺഗ്രസിൻ്റെ ഒരു നല്ല നേതാവായിട്ട് തന്നെ ഇരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില സമയത്ത് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടെ ആണെങ്കിൽ, സംസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ചില സംസ്ഥാന മന്ത്രിമാരെക്കുറിച്ച് പോലും നല്ല അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നല്ലതൊരാൾ ചെയ്താൽ നല്ലത് പറയുന്നത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളും ഒക്കെ ശശി തരൂർ ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനൊന്നും ചെയ്യാമെന്നില്ല. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തോട് വലിയൊരു അഭിനിവേശമാണ്. അതിനുവേണ്ടി കുറച്ചൊക്കെ ഓടി നടന്നു. അത് ഇവിടെ ഉള്ള നേതാക്കളെയൊക്കെ ഒരു പ്രകോപിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ ഉള്ള പല ആളുകളും ഈ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തയ്ച്ച് കാത്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അങ്ങനെയുള്ളപ്പോഴാണ് പുതിയ ഒരാൾ ഈ അവകാശവാദമായിട്ട് പതുക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്. മുഖ്യമന്ത്രിയാവണം എന്നുള്ള ഒരവകാശവാദം. ഇടയ്ക്ക് AICC പ്രസിഡൻ്റ് ആവണം, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആവണം, കോൺഗ്രസ് പ്രസിഡൻ്റ് ആവണം എന്നുള്ള രീതി വന്നു. ഇലക്ഷൻ നടത്തി. അവിടെ മല്ലികാർജുൻ ഖാർഗെയോടെ പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ടെങ്കിലും കുറച്ച് വോട്ട് കിട്ടി, അതും മനസ്സിലാക്കണം. അപ്പോൾ അതിന് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇപ്പോഴോട്ട് നോക്കിയപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിലൊരു നോട്ടമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിനെ വളരെ
ഒരു ഒരു ഉന്നത പദവിയിൽ തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്, അംഗമാണ്. അപ്പോൾ ആ രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത്, ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഇവിടെ എറണാകുളത്ത് വെച്ച് നടത്തിയ ആ സമ്മേളനത്തിൽ ഈ ഇദ്ദേഹത്തിനെ അപമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ബാക്കി ആ സ്റ്റേജിലിരുന്ന ആളുകളുടെ എല്ലാം പേര് വിളിച്ചു പറഞ്ഞു. പക്ഷേ ശശി തരൂർ അവിടെ ഇരിപ്പുണ്ട്, ശശി തരൂരിനെ അഡ്രസ്സ് ചെയ്തില്ല. അതിനി അറിഞ്ഞുകൊണ്ടാണെങ്കിലും നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് അതുകൊണ്ടാണ്. അവർക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നീരസം കണ്ടേക്കാം. ഇനി നീരസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇങ്ങനൊരു നേതാവിനെ പറയണമായിരുന്നു. പക്ഷേ അത് പറ്റിപ്പോയതാണ്, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇവിടുന്ന് എഴുതി തന്ന ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് ഞാൻ നോക്കി വായിച്ചതേ ഉള്ളൂ. അതിനകത്ത് ചിലപ്പോൾ ശശി തരൂരിൻ്റെ പേര് അവർ ഉൾപ്പെടുത്തി കാണത്തില്ല, അതായിരിക്കാം കാര്യം. എന്തായാലും ശരി, അതിനകത്ത് ഒരു വലിയ പ്രതിഷേധം ഉണ്ടായി, അപമാനിതനായി എന്നാണ് ശശി തരൂർ പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പാണ് ശശി തരൂരിനെ പ്രസംഗിക്കാൻ വിളിച്ചത്. രാഹുൽ ഗാന്ധി വേദിയിൽ വരുന്നതിലും മുമ്പ് എന്നിട്ട് ഇത്ര മിനിറ്റ് കൊണ്ട് തീർത്തോണം എന്നൊരു അൾട്ടിമേറ്റവും കൊടുത്ത് പ്രസംഗിക്കാൻ കയറ്റി. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനിതനായി എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കണം. എന്തായാലും ശരി, അതിന് പക്ഷേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അത് ഇതിൻ്റെ ഈ കോൺഗ്രസിൻ്റെ, അതായത് ഇപ്പോഴത്തെ കാര്യത്തിൻ്റെ നയരൂപീകരണ സമിതി അവിടെ നടന്നു. അത് സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടന്നതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ നേതാക്കളും, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുത്തു. ആ പങ്കെടുത്ത കൂട്ടത്തിൽ ശശി തരൂർ വന്നില്ല. അത് പങ്കെടുക്കുകയല്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ അതിൻ്റെ തലേന്നോ മറ്റോ ആണ് വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും പാർലമെൻറ്റിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയെ കാണും, സംസാരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നെങ്ങാണ്ട് ആ മീറ്റിംഗ് എങ്ങാണ്ട് അവരുടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ശശി തരൂരിനെ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വേറൊരു തീരുമാനം കോൺഗ്രസ് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. എം പിമാരാരും മത്സരിക്കേണ്ട, നിയമസഭാ ഇലക്ഷൻ മത്സരിക്കേണ്ട. നല്ലൊരു തീരുമാനമാണ്. കാരണം ഇപ്പോൾ പലർക്കും ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരാവാനോ ഒക്കെ ഉള്ള കാരണം അധികാരമില്ലാതിരിക്കുമല്ലോ, പ്രതിപക്ഷത്തിരിക്കല്ലേ, അവിടെ പോയിരുന്ന് ഇങ്ങനെ വിളിക്കുന്നതല്ലാതെ വേറെ കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരും. ആ ആഗ്രഹം അങ്ങ് മുളയിലേ നുള്ളിക്കളയുന്ന ഒരു തീരുമാനമാണിത്. കാരണം ഇതിപ്പോൾ AICC കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റും. അത് മത്സരിച്ചാലും മത്സരിച്ചില്ലേലും ഒക്കെ അത് ഹൈക്കമാൻഡിന് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതേപോലെ ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വന്യവയോധികരായിട്ട് മൂലയിലിരിക്കേണ്ട ആളുകൾ ഇപ്പോൾ ഉടുപ്പൊക്കെ റെഡിയാക്കി തേച്ചിട്ട് ഇനി ഇറങ്ങിയേക്കുകയാണ്. കാരണം കുറേ നാളായി ഇറങ്ങി വന്നു, അവർക്കെല്ലാം അങ്ങ് മത്സരിക്കണം. ഇനി അത് വരും. ഇതൊക്കെ ഈ പാർട്ടി ഇങ്ങനൊരു കാര്യം എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഒരു സാധ്യത ഇല്ലാത്തവരെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാലോ, ആ സീറ്റ് വെറുതെ കളയുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ വളരെ തെറ്റായ ഒരു സന്ദേശം തന്നെ കൊടുക്കും. അപ്പോൾ ഏതായാലും എം പിമാരെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം, എം പിമാരാരും മത്സരിക്കേണ്ട എന്നുള്ളത് നല്ലതാണ്. കാരണം ഓരോ എം പിമാരും മത്സരിക്കുമ്പോൾ അവർ ജയിച്ചു പോയാൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിനകത്തിരിക്കുന്നവരാരും മോശക്കാരൊന്നുമല്ല, ഈ ജയിച്ചു പോയേക്കുന്നവരെല്ലാം അവർ ഉറപ്പായിട്ട് ജയിക്കും. അവർ ജയിച്ചു പോയാൽ ആ മണ്ഡലങ്ങളിലെല്ലാം വീണ്ടും ഇലക്ഷൻ നടക്കണ്ടേ? എന്തുമാത്രം ചിലവാണ്, ആ ദുർവ്യയമല്ലേ അത് നടക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ല സന്ദേശമാണ് ഏതായാലും ആ കൊടുത്തത്. ഏതായാലും ശശി തരൂർ ഒരു വലിയ ബാധ്യതയായിട്ട് മാറി ഈ കോൺഗ്രസ്സിന്. കളയാനും വയ്യ. ഇപ്പോൾ എന്താ ഇപ്പോൾ പറയാൻ പോകുന്നത്? ഇപ്പോൾ വന്നേക്കുന്നത് CPM-യിലേക്ക് പോകാനുള്ള ഒരുക്കമുണ്ടെന്ന് പറയുന്നു, അതുമായിട്ട് ചർച്ച നടന്നു. പക്ഷേ ശശി തരൂർ പറയുന്നത് അത് അദ്ദേഹം ന്യൂസിൽ കണ്ടതാണ് എന്ന് പറയുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു അഴകുഴമ്പൻ മട്ടിലാണ് മറുപടി പറഞ്ഞത്.
അങ്ങനൊരു സംഭവം അങ്ങനെ ഒരു നടന്നതായിട്ടൊന്നും അറിയില്ല. ആ എന്നാൽ ഇല്ലെന്നുള്ളതല്ല, അറിയത്തില്ല ഇങ്ങനെ അങ്ങനെ ഞാൻ കരുതുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഒഴുക്കം മട്ടിൽ ഉള്ള ഒരു മറുപടി നമ്മൾ കേട്ടു. ഏതായാലും ഇപ്പോൾ അങ്ങനെ പാർട്ടി വിടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഈ ഇലക്ഷൻ സമയത്ത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് തരൂരിനെ പ്രീണിപ്പിച്ചേ പറ്റൂ, കൂടെ നിർത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കാണും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഏതായാലും ബാക്കിയുള്ള സംഭവവികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.